ഹായ് ഫ്രണ്ട്സ്, ഐ ആം രാംദാസ് അഗൈൻ. അപ്പോൾ നമ്മൾ പല വീഡിയോകളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കെട്ടുവള്ളങ്ങളിൽ ഈ പനമ്പ് കൊണ്ട് എങ്ങനെയാണ് മേൽക്കൂര മേയുന്നതെന്നാണ്. ആലപ്പുഴയിലൊക്കെ ബോട്ട് ഹൗസ് ഇല്ലേ, ഹൗസ് ബോട്ട്, ആ ഹൗസ് ബോട്ടുകളുടെ മുകളിൽ പനമ്പ് കൊണ്ടുള്ള മേൽക്കൂര കാണാമല്ലോ. ആ മേൽക്കൂര എങ്ങനെയാണ് മേയുന്നത്, ഉണ്ടാക്കുന്നത്, എന്താണ് പനമ്പ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടി വീഡിയോയിലേക്ക് പോകാം. പതിവ് പോലെ നമ്മുടെ മനോഹരമായ വീഡിയോകൾ നിർമ്മിക്കാനായിട്ട് നമ്മുടെ ചാനലിൻ്റെ ക്യാമറാമാൻ സവിത അഴീക്കൽ. നമസ്കാരം. കേരള ഹൗസ് ബോട്ടുകളുടെ മേൽക്കൂര ചെയ്യുന്ന പനമ്പ്, ആ പനമ്പ് കൊണ്ട് മേൽക്കൂര ചെയ്യുന്ന നമ്മുടെ ആലപ്പുഴയിൽ നിന്നുള്ള ആശാൻ തിലകൻ ആശാൻ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ആശാൻ പേര് തിലകൻ, ആ ഒന്ന് പറഞ്ഞോളൂ നമുക്ക് നമ്മുടെ ഓഡിയൻസിനുണ്ട്. തിലകൻ, ആലപ്പുഴയിലെ ചേർത്തല. അപ്പോൾ ഈ പനമ്പ് കൊണ്ട് നമ്മൾ ഇത് മേൽക്കൂര ചെയ്യുന്നുണ്ടല്ലോ. പനമ്പ് ആക്ച്വലി എന്താണ് ഈ പനമ്പ്? അത് എങ്ങനെയാ, എന്തിൽ നിന്നാണ് ഈ പനമ്പ് ഉണ്ടാക്കുന്നത്? അത് കാടുകളിൽ പോയി മനുഷ്യര് തന്നെ ഈറ്റ എന്ന് പറഞ്ഞ സാധനം വെച്ചു. ഈറ്റയാണ്? ഈറ്റ മറ്റേ മുളയല്ല? അല്ലല്ല, ഈറ്റ ഒരു മുളയുടെ ഒരു വകഭേദമാണ്. വണ്ണം കുറവാണ്, അത് വണ്ണം ഉണ്ടാകാൻ. അത് കൊണ്ടുവന്ന് കീറി മനുഷ്യര് തന്നെ നെയ്ത് സൊസൈറ്റികളിൽ കൊടുക്കും. കൊടുത്തേ പറ്റൂ. ഈ ബാംബു കോർപ്പറേഷൻ. ഓക്കെ. അപ്പൊ അവിടെ കൊടുത്തിട്ടാണ് പിന്നെ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈറ്റ കാടുകളിൽ പോയി വെട്ടി കൊണ്ടുവന്നിട്ട് അതിനെ വളരെ ചെറിയ പീസാക്കി എടുക്കണം. നേർമയുള്ള ഇതായിട്ട് എടുക്കണം. എന്നിട്ടാണ് നെയ്ത് എടുക്കുന്നത്. എന്നിട്ട് അതിനെ നെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴ വച്ചിങ്ങനെ നെയ്തെടുക്കണം. അത് ശരി. അപ്പോൾ നേരത്തെ മുറ്റത്തിങ്ങനെ ഇട്ടിട്ടും കുറെ ഇഴകളിങ്ങനെ ഇട്ടിട്ട് പരസ്പരം അങ്ങനെ മറിച്ച് നല്ല രസമാണ്. ഭയങ്കര സ്പീഡാണ്. അതന്നെയല്ല, ഇത് ബ്ലൈഡിനെയൊക്കെ മുറിയുന്ന സാധനമാണ്. അപ്പൊ കൈ കൊണ്ട് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഒരാള് രാവിലെ കുറെ ചോദ്യങ്ങൾ അത് ശരി. നല്ല വളരെ തിന്നായിട്ടുള്ള സാധനമാണ്. അപ്പൊ മുറിയാൻ എളുപ്പം. അപ്പൊ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അങ്ങനെയാണ് ഈ പനമ്പ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ശരി. ആശാൻ, ഇത് നമ്മൾ പനമ്പ് ചന്തയിൽ പോയിട്ട് പനമ്പ് വാങ്ങിക്കൊണ്ട് വരുന്നു. അത് പിന്നെ ഇതിലേക്ക് നേരെ വെറുതെ ഇടുമല്ലോ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യമേ ഈ ഉള്ളുവനമ്പ് ഇട്ടിട്ട് വെള്ളം ചോരാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് വേണം. വീണ്ടും അതിന്റെ പുറത്ത് പനമ്പ്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഈ നെറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരുമ്പിന്റെ തൂണ് വെച്ചിട്ട് അതിന്റെ മീതെ ഇങ്ങനെ ഫ്രെയിമൊക്കെ വെച്ചിട്ട് ഈ ഇരുമ്പിന്റെ നെറ്റ് എല്ലാം ഫിറ്റ് ചെയ്യണം, ചെയ്യണം. അല്ലെ പണ്ടൊക്കെ ഇരുമ്പായിരുന്നു, അത് പണ്ട് വേറെ അടക്കാമരം, മുള. അടയ്ക്കാമരം, മുള, അതൊക്കെ കൊണ്ടാണ് ഈ ഫ്രെയിം ഉണ്ടാക്കിയിരുന്നത്. മുളയുടെ വാരി ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് അതിന്റെ മീതാണ് പരമിടുന്നത്. മുളയുടെ വാരി പൊട്ടിച്ച് 2 ആഴ്ച വെള്ളത്തിട്ട് അതിന്റെ പുളി കളഞ്ഞ്. വെള്ളത്തിലിട്ട് അതിന്റെ പുളി കളയണം, അല്ലെങ്കിൽ ഉച്ച കയറും. വെള്ളത്തിലിട്ട് അത് അതിന്റെ ആ സത്തെല്ലാം കളയണം. പുളിപ്പെന്ന് പറയും. അതല്ലെങ്കിൽ ഉച്ച കയറി ഒരു വർഷം കഴിയുമ്പോ പൊടിയായി പോകും. വെള്ളത്തിലിട്ട് സീസൺ ചെയ്തെടുക്കണം. എന്നിട്ട് അതിന് വാരി ഉണ്ടാക്കിയിട്ട് വലിച്ച് കെട്ടിയിട്ടാണ് അതിന്റെ മീത പനമ്പിടുന്നത്. ഇപ്പൊ അതിന് പകരം മുളയില്ലാത്തതുകൊണ്ട് ഇരുമ്പിന്റെ അങ്ങനെ. അപ്പോൾ അതിന്റെ മീതെ ഒരു ലെയർ നമ്മൾ പനമ്പ് ഇടും. ഉള്ളുപനമ്പെന്നാണ് അതിന് പറയുന്നത്. ഉള്ളുപനമ്പ്. അപ്പൊ ഈ പനമ്പ് ഇതിന്റെ സൈസ് 6x4. അങ്ങനെ എല്ലാം നിരത്തി ഇട്ടിട്ട് ഒരു ലെയർ നിരത്തിയിട്ടിട്ട് അതിന്റെ മുകളിൽ നമ്മള് കയറ് പിടിക്കും. ഇത് ഇളകി പോകാതിരിക്കാനാണ് കയറ് പിടിക്കില്ല. ഉള്ളു പനമ്പ് ഇട്ടിട്ട് പടുത പ്ലാസ്റ്റിക്കിന്റെ അല്ലേ? അതാ ഈ കാണുന്ന പ്ലാസ്റ്റിക്കിന്റെ സാധനം. അപ്പൊ ഈ പനമ്പിലൂടെ വെള്ളം അകത്തേക്ക് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ ഇടുന്നത് അല്ലേ? അപ്പൊ ഒരു ലെയർ പനമ്പ് നമ്മളിങ്ങനെ ഇട്ടിട്ട് അതിന്റെ മുകളിലൂടെ പ്ലാസ്റ്റിക്കിന്റെ ആ പടുത ഇടും. എന്നിട്ട് അതിന്റെ മുകളിൽ വീണ്ടും പനമ്പിടും അല്ലേ? വീണ്ടും ഒരു ലെയർ. അപ്പൊ 2 ലെയർ പനമ്പ് ഉണ്ട് ഇത്. അപ്പൊ ഒരു ലെയർ ഉള്ളു പനമ്പ്, അതിന്റെ മുകളിൽ പ്ലാസ്റ്റിക്കിന്റെ ആ പടുത, അതിന്റെ മുകളിൽ വേറെ പനമ്പ്. എന്നിട്ട് ആ പനമ്പിനെ ഇങ്ങനെ കയറുകൊണ്ട് ഇങ്ങനെ വരിഞ്ഞ് കിട്ടും അല്ലെ? കാറ്റത്ത് പറന്ന് പോകാണ്ടിരിക്കാനായിട്ട്
ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് ഇങ്ങനെ കയറ് ഇങ്ങനെ ഇട്ട് വരിഞ്ഞ് കെട്ടും. നല്ലോണം നോക്കണം. എന്നിട്ട് ഇനി ഇതിന് മുകളിൽ വേറെ എന്തെങ്കിലും വാരി എന്തെങ്കിലും വെച്ച് ഇപ്പൊ നമ്മള് അന്നത്തെ മുളക് വാരിയാണ് വെക്കണം. ഇപ്പൊ പട്ടയം അതൊക്കെ ആയിട്ടുമല്ലേ. പണ്ട് മുളയുടെ വാരി നീളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇട്ട് അതിനെ ഈ കയറിനോട് കൂട്ടി കെട്ടും അല്ലേ, അതിങ്ങനെ അമങ്ങിയിരിക്കാനായിട്ട്. ഓ ഓ ഓ ഓ ഇപ്പൊ എന്താ ഉപയോഗിക്കുന്ന പട്ടയോ? പട്ട എന്തിന്റെ? അലുമിനിയം പട്ട. അത് ശരി. ഓ അപ്പൊ എല്ലാ 1.5 വർഷം കൂടുമ്പോ ഈ മുളയുടെ വാരിയാണെങ്കിൽ മാറ്റണം. ഇപ്പൊ അലൂമിനിയം ആണെങ്കിൽ മാറ്റണ്ട, എത്ര വർഷം വേണേലും കിടന്നു. അപ്പൊ അങ്ങനെയാണ് പുതിയ രീതിയിലായിട്ട് മാറി. പുതിയ മെറ്റീരിയലാണ് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? പുതിയ മെറ്റീരിയൽ. ഇപ്പൊ പണ്ട് കയറായിരുന്നു, ഇപ്പൊ കയറിന് പകരം ഈ പ്ലാസ്റ്റിക്കിന്റെ കയറാണ് ഇപ്പൊ അല്ലെ? ചക്കര കയറേ വീടുകളായിരുന്നു പ്ലാസ്റ്റിക്. കാരണം ഇതൊരു ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു 5 വർഷം. ഇത് കൂടുതൽ കാലം നിൽക്കും ഈ കയറാകുമ്പോ, പ്ലാസ്റ്റിക് ആവുമ്പോ. മറ്റേത് പനമ്പ് പൊടിയുമ്പോ അതും പൊടിയും, കയറും പൊടി. ഓക്കെ, നമുക്ക് അവിടെ നോക്കാം. അപ്പൊ ആശാനെ ഇതാണ് പനമ്പ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇതാണ് പനമ്പ്. നല്ല കനമുണ്ടല്ലോ, നല്ല കൈകീറല്ലേ? കൈ കീറാൻ സാധ്യതയല്ലേ? ഇതാണ് പനമ്പ്. ഇത് നല്ല ആരെ കുത്തിക്കയറാനൊക്കെ സാധ്യതയുണ്ട് കയ്യിൽ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിന്റെ ഈ വക്കുകൾ കൊണ്ട് കൈ കീറും, ഷാർപ്പാണ്. ഇതുപോലുള്ള ചെറിയ ഇതായിട്ട് ഇങ്ങനെ ഈറ്റ കീറി എടുക്കണം അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പിണച്ച് വെച്ചാണ് ഇതാ. ഇതിപ്പോ കുറെ കഷ്ണങ്ങളുണ്ടല്ലോ, കുറെ പീസുകൾ ചേർത്താണുള്ളത്. ഇപ്പൊ വസ്ത്രങ്ങളൊക്കെ നെയ്യുന്ന പോലെയാണ് നെയ്ത് വെച്ചേക്കണം അല്ലേ? ഈറ്റ എന്ന് പറയുന്ന ഒരു തടി, അത് ആ ചെടി മുള അതിനെയാണ് ഇങ്ങനെ കീറി കഷ്ണങ്ങളാക്കി ഇങ്ങനെ നെയ്തെടുക്കുന്നത്. ഓക്കെ, ഇത് ഈ കയറെന്നാണ് ഇങ്ങനെ ഇത്ര കനം, ഇത്ര കട്ടിയുള്ള? ഇത് പച്ചത്തുണ്ട് അലിച്ച് തിരിച്ചെടുക്കുന്നതാണ്. ഈ തേങ്ങയുടെ തൊണ്ട് വെള്ളത്തിലിട്ട് ചീയിച്ച്. ചീക്കില്ല. വെറുതെ ചീച്ചെടുക്കണതാണ്. ഇതുപോലുള്ള ഈ കയറാണ് ഈ ടൈപ്പ്. ഇത് ചീച്ചെടുക്കണതാണ്. ഇത് കയറ് ചീച്ചിട്ട് ചകിരി ചീച്ചെടുക്കണാണ് ഈ കയറ്. അപ്പൊ ഈ കയറോ? ഇത് പച്ചത്തുണ്ട് തല്ലി പച്ചക്കുള്ള മടലല്ലേ? ഉണങ്ങിയ തേങ്ങയല്ലേ? തേങ്ങയുടെ പച്ച മടല് തല്ലി ചതച്ച് അതുകൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ? ചകിരിയാക്കിയിട്ട് അതുകൊണ്ട് ഉണ്ടാക്കുന്ന കയറാണിത്. ഇത് ചക്കരക്കയർ. ഇതിന്റെ പേരാണ് ചക്കരക്കയർ അല്ലേ? വെരി ഗുഡ്. അത് ശരി, ചക്കരക്കയർ. അപ്പൊ അത് പച്ച മടല്, പച്ചത്തുണ്ട് തല്ലി ചകിരിയാക്കി, തേങ്ങയുടെ മടല്, പച്ച മടല് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, ചകിരിയാക്കി. ഇത് ഉണങ്ങിയ തേങ്ങയുടെ മടല്. ഉണങ്ങിയുടെ അല്ല, പച്ചത്തുണ്ട് തന്നെ വെള്ളത്തിട്ട് ചീയിച്ചിട്ട്. അല്ലെങ്കിൽ പച്ച തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ചകിരിയില്ലേ, അത് വെള്ളത്തിട്ട് ചീയിച്ച് തിരിച്ചെടുക്കണത്. അത് ശരി. ഓക്കെ ഓക്കെ, അതിനൊക്കെ വ്യത്യാസമുണ്ട് ഓരോന്നിന്റെ നിർമ്മാണം അല്ലേ? പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് കയറ്. പിന്നെ ഇതെന്താണ് ഇത്രയും വളരെ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ കയറൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ? ഇത് നമ്മള് പട്ട വെച്ച് വലിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന. പനമ്പിന്റെ ഏറ്റവും മുകളിൽ നമ്മൾ പട്ട ഇങ്ങനെ നീളത്തിലിട്ടിട്ട് ഇതിനെ ഇതുകൊണ്ട് കെട്ടണം അല്ലേ? അതിനുള്ള കയർ. ഇതാണ് ഈ അലൂമിനിയം പട്ട വയ്ക്കും എന്ന് പറഞ്ഞാൽ അല്ലേ? ബീഡിങ്, അലൂമിനിയം പട്ട. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിന്റെ സെക്ഷനും കയറുകൊണ്ട് ഇങ്ങനെ വരിഞ്ഞ് കെട്ടിയിട്ട് അതിന് മുകളിലൂടെ ഈ പട്ട ഇങ്ങനെ വയ്ക്കും. ഈ പട്ടയെ നമ്മൾ ഇത് വെച്ച് കൂട്ടി കിട്ടുമോ? ഈ ചെറിയ ഈ കയറ് ഇതിനെ കൂട്ടി ഇങ്ങനെ കിട്ടും അല്ലേ? അപ്പൊ ഇങ്ങനെ അമങ്ങിയിരുന്നു. ഇതാണ് അലൂമിനിയം പട്ട. അപ്പൊ ഇതെന്താണ് ഈ പ്ലാസ്റ്റിക്കിന്റെ പൈപ്പ്? നമുക്ക് കയറൊക്കെ അരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ ഫിനിഷിങ്ങിന് വേണ്ടി അല്ലേ? ഈ കയറൊക്കെ അഴിഞ്ഞു പോകാതിരിക്കാൻ ഇത് കെട്ടി വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ അതിന്റെ ഒരു കവറിംഗ് ആയിട്ട് ഇങ്ങനെ ഈ സാധനം വെച്ചിട്ട് നമ്മൾ കെട്ടിപ്പൊതിയും അല്ലേ? അത് ശരി. അപ്പൊ പനമ്പ്, പ്ലാസ്റ്റിക്കിന്റെ പടുത, പിന്നെ പനമ്പ്, അതിന്റെ മുകളിൽ ഈ കയറിട്ട് വരിക, പിന്നെ ഈ അലുമിനിയം പട്ട വെച്ചിട്ട് ഇതിനെ കെട്ടുക, പിന്നെ ഈ PVC പൈപ്പ് ഇവിടെ ഇങ്ങനെ ബീഡിങ് പോലെ വെച്ചിട്ട് ഇപ്പൊ കയ്യത് മുറിയില്ല അല്ലേ? ആ കെട്ടൊക്കെ അതിനുള്ളിൽ ഇരുന്നോളൂ, കഴിഞ്ഞു പോകില്ല. അത് PVCയുടെ കുളപ്പാണ് അതല്ലേ? PVCയുടെ പൈപ്പ് മുറിച്ച പകുതി കഷ്ണം. അപ്പൊ ആദ്യം ഇത് ചെറുതായിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കും തൽക്കാലം. പിന്നീട് അത് ഓരോന്നായിട്ട് ടൈറ്റ് ചെയ്യണം അല്ലേ?
ഇതാണ് ആ 2 mm റോപ്പ്. ഇതാണ് ഈ 2 mm റോപ്പ് കൊണ്ടാണ് ഈ പട്ടയെ നമ്മൾ ചുറ്റി വരികയാണ് അല്ലേ? ആ, അതിങ്ങനെയാണ് സംഭവം അല്ലേ? ആ, അതുകൊണ്ട് ഞാൻ അടുത്ത് പിടിക്കാം. കാണുന്നുണ്ടോ? സൂം ചെയ്ത്. ഇതാ എന്തുപോലെ? ആ, ഗുണന ചിഹ്നം പോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ചുറ്റി എടുക്കണം അല്ലേ? ആ, ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ അടിക്കൂടി എടുത്തിട്ട് അപ്പുറത്ത് ചുറ്റി ഇതിന്റെ അടിക്കൂടി എടുത്ത് പിന്നെ അവിടെ നിന്ന് ഇതിൽ കൂടി എടുത്ത്. ഓ, ആ, ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട് അല്ലേ? ഇവിടുന്ന് അടിക്കൂടി എടുത്ത് അവിടെ കൂടി എടുത്തിട്ട് ഇത് കൂടി വലിച്ചു. അപ്പൊ ഇങ്ങനെ എക്സ് പോലെ 4 സൈഡിലും പിടിക്കും. ഇതിങ്ങനെ അറ്റത്തേക്ക് അറ്റം വരെ പോകണം. അതിനുശേഷം വീണ്ടും ഇവിടെ വന്നിട്ട് മുകളിലത്തേക്ക് കൂടെ അറ്റം വരെ പോകണം. അപ്പൊ ഇത് കുറെ ശ്രമകരമായിട്ടുള്ള പണിയാണ്. കുറെ നേരം എടുക്കും. എല്ലാ കയറും നമ്മൾ ടച്ചിങ് ഉണ്ട്. എല്ലാ കയറ് ടച്ചിങ് ആണ്. അപ്പൊ ഈ ഇതിന്റെ അലൂമിനിയം പട്ടയും ഇതും ഇതൊക്കെ കൂടി ചേർന്നൊരു വല പോലെ ആയി. റോപ്പാണ് ബേസിക്കലി ഇതിനെ ചുറ്റിപ്പിടിക്കണ സാധനം അല്ലേ? ഇത് 8 mm ആവണമെങ്കിൽ കുറച്ചുകൂടി നല്ലതല്ലേ? കുഴപ്പമില്ല. കുറച്ചുകൂടി ബലം കൂടും. നമുക്കിപ്പോൾ ഈ സൈസിന് ഇപ്പം ഇത് മതി. 6 mm മതി. ഒരുപാട് വലിയ വീതിയുള്ള മേൽക്കൂരയാണെങ്കിൽ ഇതിന്റെ സൈസ് കൂട്ടണം. 8 or 10 ഒക്കെ ആക്കാം mm അല്ലേ? അപ്പൊ അങ്ങനെ ഓരോ ഈ പട്ട ഇങ്ങനെ വെച്ചിട്ട് ഓരോ ഈ കയറിലൂടെയും ഇതിനെ കോർത്ത് കെട്ടി ഇങ്ങനെ പോവുകയാണ്. അറ്റം വരെ അങ്ങനെ പോകണം. ഇങ്ങനെ ഒരു അരയടി ഇടവിട്ട് ഈ സാധനം വെക്കണം അല്ലേ?
എന്നാ ഓക്കെ എടുക്കട്ടെ. അതിനെ കുത്തിയില്ലാലും മതി. അത് അടുത്തെടുത്തു അത് അടുത്ത പണം മൊത്തം പനം കിട്ടും. കിട്ടിയാ? ഓയ് കിട്ടിയാ? ഉം